ഈ അണിഞ്ഞൊരുങ്ങി പോണത് എങ്ങാടാണെന്നല്ലേ? ഇന്നത്തെ നമ്മുടെ യാത്ര നമ്മുടെ മക്കൾ പഠിക്കുന്ന സ്കൂളിലേക്കാണ്. അവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ ഇന്ന് ആനുവൽ ഡേ ആണ്. പിന്നെ അപ്പും ഞാനും ട്വിൻസാണ് കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. നമ്മുടെ വീടിൻ്റെ കുറച്ച് അടുത്ത് തന്നെയായിട്ട് സ്കൂള്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം അവിടുത്തെ സിസ്റ്റേഴ്സ് ആയാലും ടീച്ചർമാരായാലും നല്ല സ്നേഹം. ഞാനെന്തോ അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിനി എന്ന ഭാവത്തിലാണ് അവരെന്നോട് പെരുമാറുന്നത്. അപ്പോൾ നമ്മുടെ മക്കളൊക്കെ ഇങ്ങനെ മേക്കപ്പ് ചെയ്യാനിരിക്കണേ, രണ്ടുപേരും ഡാൻസിനുണ്ട്. പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല കേട്ടോ. കാരണം എല്ലാവരും ഒരേ കളർ ഡ്രസ്സായതുകൊണ്ട് തുമ്പിപ്പെണ്ണിനെ കണ്ടപ്പോൾ ചിരി വന്നിട്ടൊക്കെ. ചേച്ചിയും ചേട്ടൻ്റെ മുഖത്തൊക്കെ മേക്കപ്പ് ഇടുന്ന കണ്ടിട്ട് അവൾക്ക് അറിയില്ലല്ലോ ഇതെന്താണെന്നൊക്കെ വിചാരിച്ച് അവളിങ്ങനെ നോക്കുകയായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ ഓരോന്നും ഇങ്ങനെ മേക്കപ്പ് ചെയ്ത് വന്നിരിക്കുകയാണ് കേട്ടോ. കറക്റ്റ് 5 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞ പ്രോഗ്രാം കറക്റ്റ് 6:30 തുടങ്ങി. അതിലതിൻ്റെ വൈബ്. പിന്നെ അവൾക്ക് പറ്റിയൊരു കൂട്ട് കണ്ടുപിടിച്ചിട്ട് കുറച്ച് നേരം അവിടെ കൂടെ കളിച്ച് പിന്നെ അവൾക്ക് മടുത്തട്ടോ. കുറച്ച് കളിയും ചിരിയൊക്കെ ആയിട്ട് നടന്നിട്ട് പിന്നെ പെണ്ണങ്ങടെ ഇടയാൻ തുടങ്ങി. ചൂട് കൂടിയപ്പോൾ പോരാത്തന്നെ ഇങ്ങനത്തെ നെറ്റിൻ്റെ ഉടുപ്പല്ലേ ഇട്ടേക്കണത്. അവൾക്ക് ഇങ്ങനത്തെ ഡ്രസ്സൊന്നും അത്ര കംഫർട്ടബിൾ അല്ല. പിന്നെ നമ്മുടെ അപ്പുചേട്ടനും ജാനു ചേച്ചി മേക്കപ്പൊക്കെ ചെയ്ത് വന്നിട്ടോ. അപ്പൂനാണെങ്കിൽ വിശപ്പ് തുടങ്ങി. ഡാൻസ് കളിച്ചിട്ടും കൂടിയില്ല. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അപ്പം വിശപ്പാണ്. എൻ്റെ അതേ സ്വഭാവം. എനിക്കും അതേപോലെ വിശപ്പിൻ്റെ അസുഖമുള്ള കുട്ടിയാണ് ഞാൻ. എൻ്റെ മോനും അതേപോലെ തന്നെയാണ് കേട്ടോ. എൻ്റെ മോനായോണ്ട് പൊക്കി പറഞ്ഞല്ല. അങ്ങനെ നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് ഫുട്ബോൾ മത്സരത്തിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ട് അതിൻ്റെ സമ്മാനമൊക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ അപ്പുമോനും ഉണ്ട് ആ ടീമിൽ. പക്ഷേ ഇപ്പോൾ ഇവൻ സീനിയേഴ്സ് പിള്ളേരാണ് പോയത്, ജൂനിയേഴ്സിനെ കൊണ്ടുപോയിട്ടില്ല. പിന്നെ ഒരു വയ്യാത്ത കുട്ടിനായിരുന്നു ആ പാട്ട് പാടി. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു അവളുടെ പാട്ട് കേൾക്കാൻ. ഒരുപാട് സന്തോഷമായി. അവളുടെ അച്ഛനും അമ്മയും അവൾക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ല മോളാണ്. അപ്പോൾ നമ്മുടെ അപ്പുച്ചേട്ടൻ്റെ ഡാൻസാണ് ആദ്യം തുടങ്ങിയത്. അപ്പുച്ചേട്ടൻ വീട്ടിൽ പൂച്ചയുണ്ട്. അതേ സ്കൂളിൽ കൂട്ടുകാരുടെ കൂടെ ചേർന്ന പുലിയാണ്. ഞാൻ വിചാരിച്ചില്ല കേട്ടോ അപ്പു ഇത്ര നന്നായിട്ട് ഡാൻസ് കളിക്കുമെന്ന്. വീട്ടിൽ കളിക്കാൻ പറയുമ്പോൾ മടിഞ്ഞിരിക്കും, സ്റ്റെപ്പൊക്കെ തെറ്റിച്ച് കളിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു പൈസ വെറുതെ പോയി ഡാൻസ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ സ്റ്റേജിൽ കയറിയപ്പോൾ ആൾ വേറെ ലെവലായി. എൻ്റെ മോനായതുകൊണ്ട് ഞാൻ പൊക്കി പറയണല്ല കേട്ടോ. നന്നായിട്ട് കളിച്ചവൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവൻ മാത്രമല്ല കേട്ടോ, കൂടെയുള്ള കുട്ടികളെല്ലാവരും അടിപൊളിയായിരുന്നു കേട്ടോ. നന്നായിട്ട് കളിച്ചു. അപ്പം നമ്മുടെ പിള്ളേർ അവരുടെ പ്രായത്തിലുള്ള കുട്ടികളോട് കൂടി ചേരുമ്പോൾ നല്ല എന്താ പറയുക, അവരുടേതായിട്ടുള്ള എൻജോയ്മെൻറ്റൊക്കെ കാണിച്ച് അടിച്ച് പൊളിച്ച് നടക്കുമെന്നൊക്കെ പറയണത് വെറുതെ അല്ല കേട്ടോ. സൂപ്പറായിരുന്നേ. എൻ്റെ മോൻ ഇത്ര നന്നായിട്ട് കളിക്കുമെന്ന് എനിക്ക് വിചാരിച്ചില്ല. പിന്നെ ജാനപ്പെണ്ണും പിന്നിലോട്ടല്ല കേട്ടോ. ജാന സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ പിന്നെ 4 പാട് ഇങ്ങനെയൊക്കെ നോക്കി ചിരിച്ച് ആടി തുള്ളി അങ്ങനെയൊക്കെ കളിക്കുള്ളൂ കേട്ടോ. പഠിക്കണ നേരത്തും അതെ 4 പാടൊക്കെ ഇങ്ങനെ നോക്കി ചുറ്റുമുള്ള കഥകളും മരങ്ങളും പിന്നെ വാതിൽ ജനൽ അങ്ങനെ എല്ലാത്തിനോടും വർത്താനൊക്കെ പറഞ്ഞ്. അപ്പോൾ നമ്മുടെ സുന്ദരന്മാരുടെ ഡാൻസ് കഴിഞ്ഞപ്പോൾ സുന്ദരിമാർ സ്റ്റേജിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. സുന്ദരിമാർ പാട്ടിടാൻ പറ്റില്ല കേട്ടോ, കോപ്പി റൈറ്റിംഗ് ഇഷ്യൂ വരും. അതുകൊണ്ടാണ് കേട്ടോ. ആമ്പിള്ളേരെക്കാളും ഒരു പടി താഴെയാണ് പെൺപിള്ളേരുന്നത്. നമ്മളോട് എനിക്ക് സത്യം പറഞ്ഞ ബോയ്സിൻ്റെ ഡാൻസാണ് ഇഷ്ടപ്പെട്ടത്. കുറ്റപ്പെടുത്തിയതല്ല. മക്കളെല്ലാവരും അടിപൊളിയായിട്ട് കളിച്ചിട്ട്